ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം അമ്മ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? അമ്മ ഇന്ന് പറയാൻ പോണത് എന്താണെന്നറിയോ? എത്ര പൈസ കിട്ടിയാലും നമ്മളെ കയ്യിൽ നിൽക്കണില്ല, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പൈസ നമ്മളെ കയ്യിലേക്ക് വന്നു ചേരുന്നില്ല. അങ്ങനെ ചില കുട്ടികൾ അമ്മോട് വിഷമം പറയുന്നുണ്ട് കേട്ടോ. എന്നും പണിയുണ്ട് ഭർത്താവിനും അമ്മേ, പക്ഷെ പൈസ ഒന്നും കയ്യിൽ നിൽക്കണില്ല. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അമ്മ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. മക്കളെ, നമ്മളെ വീട്ടില് ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ. ഇതൊക്കെ നമ്മളെ പണ്ടുള്ള പൂർവികരെ, നമ്മളെ മുത്തശ്ശന്മാര്, അമ്മമ്മമാര്, മുത്തശ്ശിമാര്, ഇവരൊക്കെ ചെയ്തു പോന്നിരുന്ന രഹസ്യങ്ങളാണ് കേട്ടോ. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോണത്. ഇതൊരു അന്ധവിശ്വാസം ഒന്നും അല്ല കേട്ടോ മക്കളെ. ഇതൊരു എന്താ പറയുക, പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ തങ്ങി നിൽക്കാനുള്ള കാര്യങ്ങളാണ്. അതെന്തൊക്കെയാന്ന് നമുക്ക് അതിനായിട്ട് നമ്മളെ രാവിലെ എണീറ്റ് ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് എല്ലാ സ്ത്രീകളും ഫോണിൽ ആരുടെയൊക്കെ മെസ്സേജ് വന്നു, ആരൊക്കെ ഗുഡ് മോർണിംഗ് വിട്ടുന്നു എന്നാണ് ഇന്ന് നോക്കണത് അല്ലേ? എങ്കിൽ നേരെ മറിച്ച് പണ്ടുള്ള അമ്മമ്മമാരെ എന്താ നോക്കുക? നമ്മൾ നേരെ രാവിലെ എണീറ്റ വഴിക്ക് നമ്മൾ കൈവെള്ളയിലേക്കാണ് നോക്കണത് നമ്മളെ അമ്മമാരെ. അപ്പൊ നമ്മുടെ ലക്ഷ്മി, സരസ്വതി, എന്താ പറയുക, ഗോവിന്ദൻ ഒക്കെ നമ്മളെ കൈവെള്ളയിലാണ് ഇരിക്കണത്. അപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കൂടെ, നമ്മൾ എങ്ങനെയാണോ രാവിലെ ഒരു ദിവസം തുടങ്ങണത്, അതുപോലെ ആയിരിക്കും ആ ദിവസം മുഴുവനും. നമ്മളൊരു ശോകമൂകരായിട്ടാണെങ്കിൽ അതെ, ഫോണിൽ നോക്കി കുറച്ചു നേരം നിന്നു, നമ്മൾ 1 മിനിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ തുറക്കുന്നത്. നമ്മൾ നോക്കിയിരിക്കുന്നത് 1 മണിക്കൂറായിരിക്കും, ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ രാവിലെ ഫോണിൽ നോക്കരുത് മക്കളെ. നിങ്ങൾ കുറച്ചു ദിവസം ദൃഢപ്രതിജ്ഞ ചെയ്യണം, രാവിലെ ഞാൻ എണീറ്റാ ഫോണിൽ നോക്കില്ല, എന്ത് വന്നാലും വീട്ടിലെ ഫോണിൽ നോക്കില്ല. അങ്ങനെയുള്ളത് എന്തെങ്കിലും നമുക്കാണെങ്കിൽ ഇങ്ങോട്ട് വരും, വണ്ടി വിളിച്ച് നമ്മളോടേക്ക് എത്തും. ആ കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. നമ്മൾ അപ്പൊ രാവിലെ എന്താ ചെയ്യാ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം. അത് പറഞ്ഞിട്ട് നിങ്ങൾ കൈ ഒന്ന് ചൂടാക്കി നിങ്ങളെ കണ്ണിലൊക്കെ ഒന്ന് തൊട്ട് തൊഴുക. അമ്മ ഒരുപാട് വീഡിയോ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാര്യം പറയുമ്പോഴും നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞ് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഈ അമ്മ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അറിയണവർക്ക് ഇതൊരു പുച്ഛായിരിക്കും അല്ലെ, അറിയാത്തവർക്ക് ഇത് സന്തോഷമായിരിക്കും എന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമ്മളെ അപ്പൊ എന്നും നമ്മൾ വലതു ഭാഗം തിരിഞ്ഞെണീക്കാൻ ശ്രദ്ധിക്കണം മക്കളെ. ഇടതു ഭാഗം തിരിഞ്ഞെണീറ്റ് തോന്നുന്നു, അതുകൊണ്ട് അവന് ദേഷ്യം ഇന്ന് കൂടുതൽ. എല്ലാവരും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലതു ഭാഗത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് മക്കളെ. പോസിറ്റീവ് എനർജി മുഴുവൻ വലതു ഭാഗത്ത് കൂടെ. ഇതിനെ നമുക്ക് മുഴുവൻ നെഗറ്റീവ് എനർജി വന്നു വീടുക ഇടതു ഭാഗം. നമ്മൾ എന്തും വലതു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. രാവിലെ വലതു ഭാഗം തിരിഞ്ഞെണീറ്റ് കരാഗ്രേ വസതേ പറഞ്ഞിട്ട് തുടങ്ങി വെച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിദേവിയെ നമ്മൾ ചവിട്ടി വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാൻ തൊട്ട് തലയിൽ വെച്ചോണ്ട് നമ്മൾ എന്ത് പറയണം? പിന്നെ എന്താ പറയാ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞിട്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുഭഗ്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ആ ഭൂമിദേവിയോട് നമ്മളും ഒരു അമ്മ തന്നെയാണ്. നമ്മളുടെ അമ്മയാണ് ഭൂമിദേവി. ആ അമ്മയെ നമ്മൾ ചവിട്ടി വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്യാണ്. അമ്മയെ ക്ഷമിച്ചോളണേ, എനിക്ക് ഭൂമിയിൽ കാലെടുത്ത് വെക്കാതെ പറ്റില്ല. പണ്ട് കാരണന്മാര് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ഠും 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 ചവിട്ടി നടക്കാൻ പാടില്ല അത്ര. നമ്മൾ പതിയെ അരയന്ന നട വേണം. നമ്മൾ അമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും അരയന്ന നട നടക്കണം എന്നാ പറയുന്നത്. ആ അരയന്ന നട നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പതുക്കെ പതുക്കെ കാലെടുത്ത് വെച്ച് പോവുക. ടെട്ടേന്ന് ചവിട്ടെടുത്ത് എറിപ്പിച്ച് നടക്കാൻ പാടില്ല മക്കളെ. അപ്പോ അവിടെ തുടങ്ങണം നമ്മളെ ദിവസം. മനസ്സിലായില്ലേ? അതോടുകൂടി തന്നെ നമുക്ക് പകുതി പോസിറ്റീവ് എനർജി ആയി, ചെയ്യണ കാര്യങ്ങൾ മുഴുവൻ പോസിറ്റീവായി വരും. ഇനി അടുത്തതായി പിന്നെ സ്ത്രീ എന്ത് വേണം? രാവിലെ വലത്തെ കാല് വെച്ചിട്ടാണ് അടുക്കളയിലേക്ക് നമ്മൾ കയറാവുള്ളൂ. അപ്പൊ അതെങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് കയറണം എന്ന് നിങ്ങൾക്ക് അറിയോ? രാവിലെ കുളിക്കാൻ സാധിക്കുന്നത് ഒരു മുഴുവനും കുളിച്ചിട്ട് വേണം. ഒരു ദിവസം തുടങ്ങാൻ നമ്മളെ കുളിച്ചിട്ട് വേണം. അല്ലാതെ നമ്മൾ കുളിക്കാതെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയണില്ലേ, നമുക്ക് എന്തോ തൊട്ടതും പിടിച്ചതൊക്കെ ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. പാത്രങ്ങൾ മുഴുവൻ വീഴും. നമ്മളേന്ന് ഉപ്പ് തറയിൽ വീഴാനേ പാടില്ല. ഉപ്പും പാത്രം മറിഞ്ഞു വീണു, പഞ്ചസാര പാത്രം വീണു, എല്ലാം വീണു, പാല് തിളച്ച് തൂവി, എല്ലാം നടക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അന്നാണ് നടന്നു
നടക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് ഒരു വീട് രാവിലെ തുടങ്ങി നോക്കും, നമുക്ക് തന്നെ ഒരു ഉന്മേഷം അല്ലെ? കുളിച്ച് നമ്മൾ ആ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി സൂര്യനെയൊക്കെ ഒന്ന് വന്ദിച്ച് വിളക്കൊക്കെ വെച്ച് സൂര്യനൊക്കെ ഒന്ന് വിളക്ക് കാണിച്ച് നമ്മളെ അപ്പൊ നമ്മള് എന്താ പറയാ, എപ്പോഴും സൂര്യനെ നമ്മൾ വിളക്ക് കാണിക്കുമ്പോൾ നമ്മൾ ഭഗവാന്മാരെ മുഴുവനും നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി തന്നെ വേണം കേട്ടോ. ഒന്നും ചെല്ലാറിയില്ലെങ്കിൽ നമശിവായ നമശിവായ എന്ന് പറഞ്ഞ് വിളക്ക് വെച്ചോളൂ. എന്താണോ നിങ്ങൾക്ക് സാധിക്കുക വെച്ചാൽ, ഞാൻ ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ അറിയുന്നുണ്ട്. പക്ഷെ അത് മുഴുവനൊന്നും നിങ്ങളെ കൊണ്ട് സ്വായത്താക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് അത് ചൊല്ലിക്കോളൂ. അല്ലെങ്കിൽ അമ്മേ ദേവി എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് പെറ്റ അമ്മയെ മനസ്സിൽ വിചാരിച്ചാലും മതി മക്കളെ. എങ്കിലും നമുക്ക് അന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് നല്ല എന്താ പറയുക, നല്ല സന്തോഷമായിട്ട് നമുക്ക് ആ ദിവസം നീങ്ങിക്കിട്ടും. നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത വാർത്ത കേട്ടാലും ദുഃഖാണ് അല്ലേ? ഒന്നും നമുക്ക് ഉണ്ടാവില്ല. എല്ലാം നമുക്ക് നല്ല പ്രസന്നതയോടു കൂടി നമുക്ക് ആ ദിവസം കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എന്ത് വേണമെന്നാ, നിങ്ങൾ ഈ പേഴ്സ് കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും അല്ലേ? ഇത് കറണ്ട് ബില്ല്, എന്താ പറയാ, മെഡിക്കൽ സ്റ്റോറിലത്തെ ആ മരുന്ന് വാങ്ങിയതിന്റെ ബില്ല്, പല 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 കാര്യങ്ങളാട്ടോ. അപ്പൊ അമ്മ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം അപ്പൊ ഈ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ കാര്യം എന്താ? കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് വേണം. രണ്ടാമത്തെ കാര്യം എന്താ? കുളിച്ച് അടുക്കളയിലേക്ക് കയറാവൂ വിളക്കൊക്കെ വെച്ചതിന്റെ ശേഷം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പറയണത് കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ത് വേണമെന്ന് അറിയാം? നമ്മള് പേഴ്സൊക്കെ ഉണ്ടല്ലോ, പൈസ വെക്കണ പേഴ്സൊക്കെ, മക്കളെ പഴയ ബില്ലൊക്കെ എവിടെയെങ്കിലും ഒരു കവറിൽ കെട്ടി നിങ്ങൾ മാറ്റി വെച്ചോളൂ. പേഴ്സിൽ പൈസ മാത്രം നൂർത്തി ഇങ്ങനെ വെക്കുക. കിഴുക്കാൻ തൂക്ക് വെക്കാതെ മുഴുവൻ പൈസ ആ ഭാഗം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നേരെ വൃത്തിയിൽ അടുക്കി അടുക്കി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലവരെ പേഴ്സ് കണ്ടാൽ തന്നെ അറിയാലേ. അതിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നോ, നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്തേലും ഇടുക. എന്നും വേണ്ട ഒരു ഗ്രാമ്പു 3 ഇട്ടോളൂ. നല്ല പൂവ് പൊട്ടാത്ത ഗ്രാമ്പു, അല്ലെങ്കിൽ ഏലക്കായ, അല്ലെങ്കിൽ കറുവപ്പട്ട, അല്ലെങ്കിൽ ഞാനീ പറയുന്ന വയനയില, ഏതെങ്കിലും ഒന്ന്. എല്ലാം കൂടി സാധിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് സുഗന്ധത്തിന്, അല്ലെങ്കിൽ ഒരു പച്ചക്കർപ്പൂരത്തിന്റെ പൊട്ട് എന്തെങ്കിലും ഇട്ട് നിങ്ങൾ അതിൽ പൈസ അടുക്കി വെക്കണം. 1 രൂപയുള്ളൂ വെച്ചാലും നോട്ടാണെങ്കിൽ നമ്മൾ നിർത്തി വെക്കുക. ചില്ലറകൾ പിന്നെ നമ്മൾ അതിൽ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. നോട്ട് നമ്മൾ നൂർത്തി അടുക്കി വെക്കണം കേട്ടോ. അതാണ് നമ്മൾ സ്ത്രീകൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും പണ്ടൊക്കെ വിളക്ക് വെച്ച മുത്തശ്ശന്മാരും കുട്ടികളെ നമശിവായ ചെല്ലാൻ പഠിപ്പിച്ചിരുന്നു അല്ലേ? എല്ലാം അറിയാം അവർക്ക്, അവരെല്ലാം ചെല്ലും. നമ്മൾ ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് നമശിവായ ഒന്നും അറിയില്ല. ആ സമയത്ത് കുട്ടികൾ ടിവിയോ മൊബൈലോ ആയിട്ട് വല്ല മൂലയിലും പോയിരിക്കും. ഇപ്പം TV ഇല്ല അല്ലെ? മൊബൈലിലാണ് മക്കൾ പോയിരിക്കണത്. അമ്മമാരെ മൊബൈൽ കിട്ടുന്ന സമയമാണ് അല്ലെ? ആ നേരത്തെ എന്ത് ചെയ്യും? കുട്ടികൾ മൊബൈലായിട്ട് മുക്കിലിരിക്കും. അങ്ങനെ സമ്മതിക്കല്ലേ മക്കളെ? എല്ലാവരെയും ഒരു 5 മിനിറ്റ് നിങ്ങളെ അമ്മ വിളക്ക് വെക്കുന്ന സമയത്ത് കുട്ടികൾ 4 പേർ ഇരുന്നിട്ടേ, ഒന്നും വേണ്ട, ഹരേ രാമ അത്ര മതി. നമ്മളെ ഭഗവാന്റെ എന്തെങ്കിലും ഒരു നാമം ചെല്ലാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നാലാമതായിട്ട് വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരാൻ ചെയ്യേണ്ട കാര്യം, കൃത്യസമയത്ത് മക്കളെ നിങ്ങൾ ഒരുപാട് വൈകരുത് വിളക്ക് വെക്കാൻ കേട്ടോ. 6-ന്റെ 6:30 ഉള്ളിൽ എല്ലാവരും വിളക്ക് വെക്കാൻ ശ്രമിക്കുക. 6 മണിയുടെ 6:30 ഉള്ളിൽ. 6 മണിന്റെ മുന്നേ വിളക്ക് വെക്കാൻ പാടില്ല. കാരണം അസ്തമയ സമയത്ത് തന്നെയാണ് നമ്മൾ വിളക്ക് വെക്കേണ്ടത്. നമ്മൾ ഒരുപാട് സൂര്യൻ ഇങ്ങനെ മുകളിലേക്ക് ഉദിച്ച അങ്ങനത്തെ സമയത്ത് നമ്മൾ വിളക്ക് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മള് സന്ധ്യ സമയത്താണ് നമ്മൾ ആ വിളക്ക് വെക്കേണ്ടത്. അപ്പൊ ആ സമയം നിങ്ങൾ തെറ്റാൻ പാടില്ല കേട്ടോ. വിളക്ക് വെക്കേണ്ട സമയം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സന്ധ്യ സമയത്ത് തന്നെ നിങ്ങൾ വിളക്ക് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കൊതുകിന്റെ ശല്യം എല്ലാവർക്കും ഉണ്ട് അല്ലെ? മഞ്ഞും തണുപ്പാണ്, കൊതുക് വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 6 മണിയായ ജനലോളം അടയ്ക്കുക. അതിന് കുഴപ്പമില്ല. ഉമ്മറത്തെ വാതിൽ നിങ്ങൾ എന്തായാലും ഇരുട്ടാവുന്ന വരെ തുറന്ന് തന്നെ ഇടണം. കൊതു വന്നാലും ഒന്നും വേണ്ട, നമുക്ക് ഫാൻ ഉണ്ടല്ലോ. അപ്പൊ അധികം വീട്ടിൽ ഫാൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉമ്മറവാതിൽ മലർക്ക തുറന്നിടാൻ ശ്രമിക്കണം. പിന്നെ ആ വാതിൽ തുറക്കുന്ന സ്ഥലത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു സൈഡിലേക്ക് ചെരുപ്പൊന്നും ഇങ്ങനെ തുറന്നോർത്ത് കാണാത്ത വിധത്തിൽ നിങ്ങൾ ചെരുപ്പിടാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പിന്നെ അതൊക്കെ നമ്മളൊരു കാര്യം. 4-മത്തെ കാര്യം പറഞ്ഞു, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. 5-മതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? എല്ലാവർക്കും ഉണ്ട്, വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ചോറും ചെമ്പ് ഒഴിച്ച് മോറൊക്കെ അല്ലെ? ചോറൊക്കെ ഒരു ഡവറയിലേക്ക് ആക്കി ഇച്ചി പാത്രങ്ങൾ മുഴുവനെ കൊട്ടത്തളത്തിൽ കൊണ്ടിടുകയൊക്കെ ചെയ്യും. അധികം ആളുണ്ട്, കാര്യമായിട്ട് ജോലിക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണതേ. അപ്പൊ ഒക്കെ കൊട്ടത്തളത്തിൽ കുറെ ഇച്ചിൽ പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ചിലവരെ എന്തുണ്ടാവുന്നോ അടിച്ചു വരിട്ടിട്ടേ ഉണ്ടാവുള്ളൂ രാവിലെ ജോലിക്ക് പോകുമ്പോ. അപ്പൊ ആ വിളക്ക് വെക്കേണ്ട സമയം കഴിഞ്ഞിട്ടായിരിക്കും ഒരു 7 മണിക്കൊക്കെയാണ് തേപ്പ് എടുത്ത് നടക്കുക. മക്കളെ അത് ചെയ്യരുത്. അത് പിന്നെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7:30-ക്ക് ശേഷമാണ് മക്കളെ തുടയ്ക്കാൻ പാടും. ശരിക്കും തുടയ്ക്കരുത്. അടിക്കും തുടയ്ക്കും ഒന്നും രാത്രി വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യരുത്. നമ്മളെ വീട്ടിൽ മൂദേവി കയറി കൂടുന്ന പറയണത്. നമ്മൾ ശ്രീദേവി ഇറങ്ങിപ്പോയി മൂദേവിക്ക് സ്ഥാനം കൊടുക്കണം പോലെയാണ് നമ്മള്. അത് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഒരു 10 മിനിറ്റ് മുന്നേ എണീക്കുക. എന്നിട്ട് അപ്പോൾ ഒന്നാണ്ട് അടിച്ചോരി ഒന്നും അങ്ങോട്ട് മോപ്പോണ്ട് വലിക്കുക. അപ്പൊ നമ്മള് ഇങ്ങനെ പണ്ടുള്ളവരൊക്കെ എങ്ങനെ കുട്ടികൾ തുടയ്ക്കുക?
രണ്ട് കാലും കുത്തി അങ്ങനെയൊക്കെ അല്ലേ, കയ്യും കാലും കുത്തി ആനക്കുട്ടിയെ പോലെയൊക്കെ നടന്നിട്ടെ. ഇപ്പൊ അങ്ങനെ നല്ലല്ലോ മക്കളെ, കോലുമ്പില് വടിയിമ്പില് ശീലയൊക്കെ തൂക്കിയിട്ടുള്ള മോപ്പ് വന്നു ഇല്ലേ. അപ്പൊ സൗകര്യങ്ങൾ കൂടി, അതിനൊന്നും ഒരു കുറ്റമില്ല. നമ്മളോ കുറെ ബുദ്ധിമുട്ടി, ഇനിയുള്ളൊരു സുഖിക്കട്ടെ മക്കളെ. മിക്സി ഉണ്ടായിക്കോട്ടെ, സുഖിക്കട്ടെ. നമ്മളൊക്കെ എന്തോരം ബുദ്ധിമുട്ടി, അമ്മീമ്പിൽ അരക്കുക, ആട്ടുകല്ലിൽ അരക്കിയല്ലേ. ഇപ്പൊ എന്തോ ഒരു സുഖം, അതൊക്കെ ചെയ്യാലോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ 10 മിനിറ്റ് മുന്നേ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനൊന്നും എല്ലാരോടും ഞാൻ പറയണില്ല, എന്നാലും 5 മണിക്ക് എണീക്കണേ മക്കളെ എല്ലാവരും. 5 മണിക്ക് എണീറ്റ് നമ്മൾ കുളിച്ച് വീടൊക്കെ തൂത്ത് കുളിക്കാനൊക്കെ സമയമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്, അങ്ങനെയൊക്കെ സൗകര്യങ്ങളല്ലേ. അപ്പൊ അതൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്താ, ഈ പാത്രങ്ങൾ നമ്മൾ സന്ധ്യക്ക് കഴുകരുത് മക്കളെ. നീ കഴുകുകയാണെങ്കിൽ രാത്രി കുറച്ച് വൈകിട്ട് അത്താഴം കഴിഞ്ഞതിന്റെ ശേഷമുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് കഴുകാം. പിന്നെ അതുപോലെ പൈപ്പിനൊക്കെ ലീക്ക് ഉണ്ടോന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ധനം പൈപ്പിൽ ഇങ്ങനെ ഒറ്റി ഒറ്റി ചാടണ പോലെ നമ്മളെ ധനം ഇങ്ങനെ ഒരു വഴി പോകുന്നാണ് ശാസ്ത്രം പറയണതേ. അപ്പൊ നമ്മൾ പൈപ്പൊക്കെ കേട് വന്നാൽ പെട്ടെന്ന് മാറ്റണം കേട്ടോ. ആ വെള്ളം ഒറ്റി ഒറ്റി പോവാൻ ശ്രമിക്കരുത്. പിന്നെ എന്താ വിളക്ക് വെക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു, പിന്നെ തൂക്കരുത്, ഇതെല്ലാം അമ്മ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ചിലവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, പക്ഷെ എല്ലാവരും മക്കളെ ഇത് ചെയ്ത് നോക്ക്, ഇത് ചെയ്ത് നോക്ക നിങ്ങൾ കുറച്ച് ദിവസം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വീട്ടിലത്തെ ഒന്നുമില്ല മക്കളെ, കാശ് മാത്രം പോരാലേ, സമാധാനം കൂടി വേണ്ടേ മക്കളെ ജീവിക്കാൻ. അപ്പൊ നമുക്ക് സന്തോഷം സമാധാനം ഉള്ളൊരു ജീവിതം സർവേശ്വരൻ തരും. പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്നും ഓർക്കണം കേട്ടോ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. ആരൊക്കെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് പറയുക. പിന്നെ ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി. നമ്മളൊരു ദിവസം എപ്പോഴും നന്ദി പറയാൻ ശ്രമിക്കണം കേട്ടോ മക്കളെ. നന്ദി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം കിട്ടണ്ട, പോസിറ്റീവ് വരുന്ന പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തു വെച്ചാൽ മാപ്പും പറയാനും ആരും മടിക്കണ്ട. മനസ്സിൽ മാപ്പ് പറയേ, അവരെ മുഖത്ത് നോക്കി പറയണമെന്നില്ല, എങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞാൽ ഏറ്റവും നല്ലത് കാരണന്മാരുടെയൊക്കെ. അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്തു പോരുക. ഓക്കെ, അമ്മ പറയുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അമ്മ ഇടുന്ന അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.